Watch India's largest kids library only on Jio Hotstar. Download the app now. ഇതൊന്ന് നോക്കിയേ, ഞാൻ താങ്കൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇതൊരു റിമോട്ട് വെച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ബോളാണ്. നീ ഈ റിമോട്ട് എടുത്ത് ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബോൾ അങ്ങനെ ഒരു പറവയായിട്ട് മാറും. ബോസ്, ഈ പറവയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ബോസേ. ഇത് ഭംഗിയുള്ളത് മാത്രമല്ല, നല്ല സൂപ്പറായിട്ട് ജോലി ചെയ്യും. ഇത് പറവയായിട്ട് ഇരിക്കുന്നത് വരെ മാത്രമേ ഭംഗിയായിരിക്കുള്ളൂ. അതിനുശേഷം ഇത് ഭയങ്കര ആപത്തുള്ളതാണ്. ഇത് ബോളായിട്ട് മാറിയാലുണ്ടല്ലോ പിന്നെ ഭയങ്കര ആപത്തായിരിക്കും. പിന്നീട് ഇതിനെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പറവയായിട്ട് മാറ്റിയാലേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. നിനക്ക് എപ്പോഴാണ് ആവശ്യം അപ്പൊ ഇതിനെ പറവയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നീട് ഇതിനെ ബോളായിട്ടും മാറ്റാൻ സാധിക്കും. ശരി ജോൺ, പന്ത് കണ്ടതൊക്കെ മതി. പോയി 1 കോടി രൂപ എടുത്തോണ്ട് വരൂ. സർ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ പൈസയുടെ കാര്യത്തിൽ എത്ര കറക്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷെ ഒരു തവണ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം പ്ലീസ്. പിന്നെ 1 കോടിയല്ല, ഈ സൂപ്പർ ആയിട്ടുള്ള സാധനത്തിന് ഞാൻ 2 കോടി പോലും തരും. അതെ ശരി, എന്നാ വേഗം ചെക്ക് ചെയ്തിട്ട് തരൂ. താങ്ക് യു വൈറസ് സർ. വേണ്ട, ഓരോ പ്രാവശ്യം നീ ഇതേപോലെയാണ് എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. ഇനി അടുത്ത തവണ ഞാൻ നിനക്ക് ഒരു ഹെൽപ്പും ചെയ്യാൻ പോകുന്നില്ല. നിന്റെ അടുത്ത് നിന്ന് തീർച്ചയായിട്ടും ഞാൻ കാശ് വാങ്ങിച്ചേ മതിയാവൂ. എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു സൂപ്പർ ആയിട്ടുള്ള ഐഡിയ വന്നിട്ടുണ്ട്. നിക്ക്, എങ്ങോട്ടാണ് പറന്ന് പോകുന്നത്? നിക്ക്, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. നീ പറന്ന് പോവല്ലേ? എന്ത് ഭംഗിയുള്ള പക്ഷിയാണ്. ഇതിനെനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിനെ വല്ലാണ്ട് സ്നേഹിച്ച് കൊന്നേനെ. ഇങ്ങോട്ട് വാ, എങ്ങോട്ടും പോവല്ലേ? നീ എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ട് വാ. ഇതിനു മേലെ ഞാൻ നിന്നെ എന്റെ അടുത്ത് വെക്കില്ല. ഇന്ന് തന്നെ ഞാൻ നിന്നെ ആരുടെ അടുത്തെങ്കിലും വെക്കും. ഞാൻ ചോദിക്കുന്ന വില എനിക്ക് തരാൻ എല്ലാവരും തയ്യാറാണ്. വലിയേട്ടാ, ഇത്രയും ഭംഗിയുള്ള ഒരു പക്ഷിയോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ പ്ലീസ്. തരാം, പക്ഷെ ഫ്രീ ആയിട്ട് മാത്രം തരില്ല. ഞാനിത് 10,000 രൂപയ്ക്കാണ് മേടിച്ചത്. നിങ്ങളും 10,000 രൂപ തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കിത് തരാം. എനിക്ക് സമ്മതമാണ്. ഇന്നാ ഇത് മുഴുവനായിട്ടും 10,000 രൂപയുണ്ട്. ഓക്കെ. ഇന്ന് മുതൽ ഇത് നിങ്ങൾക്ക് സ്വന്തമാണ്. സൂക്ഷിച്ചു നോക്കണേ. ഇത് വളരെ വേഗമായിട്ട് പറക്കും. പിന്നെ ഇതിന് കളിക്കേണ്ട മൂഡ് വന്നാൽ ഇത് അപ്പൊ തന്നെ ബോളായിട്ട് മാറും. പിന്നെ നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കില്ല. യാതൊരു കുഴപ്പമില്ലെന്ന്. ദേ, ഇന്ന് മുതൽ നിങ്ങളുടെ ഈ സ്വർണ്ണ പക്ഷി എന്റെ മാത്രം സ്വർണ്ണ പക്ഷി ആയിരിക്കുന്നു. പൊളിച്ചേ, എനിക്ക് എന്ത് നല്ല കൂട്ടുകാരനെയാ കിട്ടിയത്. സ്വർണ്ണ പക്ഷി. നിക്കടാ. പത്തുലു, കണ്ടോ ഞാൻ എത്ര മനോഹരമായ സമ്മാനം കൊണ്ടുവന്നെന്ന്. ഇത് കണ്ടോ, എന്റെ പ്രിയപ്പെട്ട സ്വർണ്ണ പക്ഷി. എന്താ പറഞ്ഞേ? സ്വർണ്ണപ്രാവോ? ഇതൊരു ചെറിയ ബോളല്ലേ? ഇപ്പൊ ഈ സ്വർണ്ണ പക്ഷിയെ വെച്ച് എന്റെ കളി തുടങ്ങാനുള്ള സമയമായി. ഇപ്പൊ നോക്കിക്കോ.
മോട്ടു പറയുന്ന പോലെ ഇതൊരു സ്വർണ്ണ പ്രാവൊന്നുമല്ല, ഇതൊരു നാശം പിടിച്ച ബോള് മാത്രമാണ്. അല്ല പത്ലു, ഇത് 2 in 1 ആണ്. ഇത് എപ്പോഴും ഒരു പക്ഷിയായിരിക്കും. അതിനെപ്പോഴൊക്കെ തോന്നുന്നോ ഒരു ബോളായി മാറാനും പറ്റുമായിരിക്കും. ആ കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നിന്നെ ആരോ കളിപ്പിച്ചിരിക്കുക, അത് നീ വിശ്വസിക്കുകയും ചെയ്തു. ആദ്യം നീ പോയി ആളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ബോൾ നമുക്ക് സ്വൈര്യം തരില്ല. ഞാൻ ഈ വീടൊന്ന് ശരിയാക്കി എടുക്കട്ടെ, നീ പോയി അവനെ പിടിക്ക്. സ്വർണ്ണപക്ഷി, അല്ല നീ എങ്ങോട്ട് പോവാ? സ്വർണ്ണപക്ഷി നിൽക്കൂ, സ്വർണ്ണപക്ഷി നിൽക്കൂ. എന്താ ക്ലൈമറ്റ്? സ്വർണ്ണപക്ഷി, ഏയ് മോട്ടു, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് കളിക്കാൻ വരൂ. നീ കണ്ടോ, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു തരാം. സോറി ബോക്സർ ചേട്ടാ, അത് ഞാനല്ല, എന്റെ ഈ സ്വർണ്ണപക്ഷിയാണ് അങ്ങനെ ചെയ്തത്. സ്വർണ്ണപക്ഷി എവിടെ ഉള്ളത്? നിന്റെ കയ്യിൽ വെറും ബോളല്ലേ ഉള്ളത്. നീ ആ ബോൾ വലിച്ചെറിഞ്ഞ ആ ഡ്രം എന്റെ മേത്ത് വന്ന് വീടില്ലേ? ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്നാ മേടിച്ചോ. ബോക്സർ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇത് സ്വർണ്ണപക്ഷിയാണ് ചെയ്തതെന്ന്. ഈ 2 in 1 ഗാഡ്ജറ്റ് എനിക്ക് വേണ്ടി all in 1 പണി നോക്കുന്നത് കണ്ടില്ലേ? മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിന്റെ ബോൾ ഒന്ന് കാണിച്ചേ. ഇപ്പൊ തന്നെ ഞാനത് ചെക്ക് ചെയ്യാം അതിലെന്തുണ്ടെന്ന്. നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യാനാണ് വല്യേട്ടാ? ഇതെന്റെ ജീവിതം ഒരു ദിവസം കൊണ്ട് മാറ്റി പറിച്ചില്ലേ? അല്ല, ഇതെന്താണ് കാണിക്കുന്നത്? അതേ മോട്ടു, ഈ ബോൾ ഇതെന്താ ചെയ്യുന്നേ? വരൂ, നമ്മുടെ പണി തീർന്നു. ഇതിനു മേലെ നമ്മൾ ഇവിടെ ഇരിക്കണ്ട. ചേട്ടാ, എന്റെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾക്ക് ഞാൻ സഹായിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നീ എന്റെ ലാബിനെ ഇങ്ങനെ നശിപ്പിച്ചല്ലോ. അതെ, വേണ്ട വേണ്ട, ഗസീട്ടാറാം എന്റെ സ്വർണ്ണപക്ഷിയെ തല്ലിക്കൊല്ലല്ലേ. ഗസീറ്റാറാം, ഒന്ന് നിക്ക്. മോട്ടു, ആദ്യം നീ എന്നോട് ഒരു കാര്യം പറ. ഈ ബോൾ അല്ലെങ്കിൽ സ്വർണ്ണപ്രാവ് നിനക്ക് തന്നത് ആരാണ്? ആലോചിക്കേ. അതൊരു വെളുത്തിട്ട് തടിച്ചിട്ട് ഉയരം കുറഞ്ഞ ഒരാളായിരുന്നോ? അതെ അതെ പത്ലു, ശരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. വെളുത്ത് തടിച്ചു ഉയരം കുറഞ്ഞ്, അതെ അതുപോലെ തന്നെ. അതെ മോട്ടു, അവൻ എല്ലാ പ്രാവശ്യം നിന്നെ കളിപ്പിക്കുകയാണ്. എന്നാൽ നീയും എല്ലാ പ്രാവശ്യവും വിശ്വസിച്ച സാധനങ്ങളും മേടിക്കുന്നുണ്ട്. അത് ജോൺ ആയിരുന്നു, ജോൺ ദ ഡോൺ. ഇത് അവന്റെ കളി തന്നെയായിരുന്നു. ചേട്ടാ, മോട്ടു, പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ സയൻസിന്റെ മേലെ സത്യം. പത്ലു പറഞ്ഞതാണ് ശരി. ഇതിനകത്ത് ഒരു ചെറിയ പക്ഷിയുണ്ട്, അതിന് ചെറിയ ചിറകുകളുമുണ്ട്. അതെ, മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ശരിക്കുമുള്ള ബേർഡ് അല്ല, ഇതൊരു റോബോട്ടാണ്. ജോൺ ഇത് റിമോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതെ, ഞാൻ ജോണിനെ വെറുതെ വിടൂല. ജോൺ, നിക്ക് മോട്ടു. ഡോക്ടർ ചട്ക, നിങ്ങൾ ഈ ബോളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഈ ബോളിനി ഞങ്ങളുടെ ബോളായി മാറണം. ഞങ്ങൾ പറയുന്നത് മാത്രം കേൾക്കണം. എന്താ അത് സാധിക്കോ? ഇതാ ഈ ചിപ്പ് എടുത്തു കഴിഞ്ഞു. ഇതാ നമ്മുടെ ചിപ്പ്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വെക്കാൻ പോകുന്നു. ഇതാ കണ്ടോ? ഡൺ. ഇതാ കണ്ടോ മോട്ടു? ഈ ബോൾ ഇനി നമ്മുടെ കൺട്രോളിലായിരിക്കും. ഇതിനെ ഞാനിപ്പോ ഈ റിമോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നിന്റെ കൺട്രോളിൽ മാത്രമായിരിക്കും, ജോണിന്റെ കൺട്രോളിൽ ആയിരിക്കില്ല. സൂപ്പർ അല്ലേ? താങ്ക് യു വല്യേട്ടാ. ജോൺ, പ്ലീസ് എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. എനിക്കറിയാം നിന്റെ മനസ്സ് വളരെ വലുതാണെന്ന്. ഈ ബോൾ ഇപ്പൊ വലിയ പ്രശ്നമാണ്. സത്യത്തിൽ ഇതൊരു ബോളല്ല, ഇതിനകത്തൊരു പക്ഷി ഒളിച്ചിരിപ്പുണ്ട്. ശരി ശരി, അതിനു മുന്നേ ഇത് എങ്ങനത്തെ പക്ഷിയാണെന്ന് എനിക്ക് കാണിക്കുമോട്ടോ. നോക്ക്. ഈ ബോൾ എങ്ങനെ തനിയെ പക്ഷിയായിട്ട് മാറി? ഞാൻ എന്റെ റിമോട്ടിൽ ബട്ടൺ പ്രസ് ചെയ്തില്ലല്ലോ. കണ്ടില്ല ജോണ്,
ഇത് ബോളല്ല, ഇതൊരു പക്ഷിയാണ്. ഇതിനു മുമ്പ് ഇത് വേറെ ആളായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ ഇതിപ്പോ എന്റെ മാത്രം സ്വർണ്ണ പക്ഷിയാണ്. ഈ പക്ഷി കാരണം ഞാൻ ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട്. ഇനി ഇത് നിന്നെ ആയിരിക്കും തല്ലാൻ പോകുന്നത്. ആ. ഇതെങ്ങനെ എന്നെ തല്ലും? എന്തുകൊണ്ട് എന്നെ തല്ലും? എന്തിനാ? എങ്ങനെയെന്നോ? ദാ ഇങ്ങനെ. ഇതിപ്പോ നിന്റെ കൺട്രോളിൽ അല്ലടാ ഉള്ളത്, എന്റെ കൺട്രോളിലാണ് ഉള്ളത്. പ്ലീസ് ഈ പക്ഷിയുടെ എന്നെ രക്ഷിക്കും ചിങ്കം സാർ. പ്ലീസ് ഞങ്ങളെ ജയിലിലിടൂ സാർ. Watch India's largest kids library only on Geo Hotstar. Download the app now.